ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് ഓറഞ്ച് അല്ല, നമുക്കിവിടെ ഓസ്ട്രേലിയയിൽ കിട്ടിയ നാരങ്ങയാണ്. നമ്മുടെ നാടൻ നാരങ്ങ. ഇത്രയും വലുപ്പമുണ്ട് നാരങ്ങയ്ക്ക്. കണ്ടാൽ ഓറഞ്ചാന്നേ പറയുള്ളൂ, പക്ഷേ ഓറഞ്ച് അല്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇതുകൊണ്ട് നല്ലൊരു നാരങ്ങ അച്ചാറാണ് എടുത്തത്. തൊട്ട് നക്കാനൊന്നും ഇല്ലേടേ എന്ന് ജഗതി ചോദിച്ച പോലെ തൊട്ട് നക്കാൻ നമുക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുവാണ്. നമുക്ക് ചോറിന് കൂട്ടാം, അങ്ങനെ എല്ലാത്തിനും നമുക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം നാരങ്ങ എല്ലാം ഒന്ന് ആവി കയറ്റിയിട്ടുണ്ട്. ആവി കയറ്റി ഒന്ന് പുഴുങ്ങി ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റി, ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് ആവി കയറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇത് സ്മോളായിട്ട് ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് എടുക്കണം. അരിഞ്ഞരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, കരിയാപ്പില ആവശ്യത്തിന്, അതുപോലെ ഉപ്പ്, അതുപോലെ LG കായം, കടുക്, അതുപോലെ ഉലുവന്ന് ഇത്രയും വേണ്ട കേട്ടോ, ഞാൻ മൊത്തം എടുത്തു വരുന്നുള്ളൂ. അതുപോലെ തന്നെ മുളക് പൊടി മറ്റേ എക്സ്ട്രാ ഹോട്ട് ചില്ലി പൗഡറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് അല്പം നമുക്ക് അച്ചാർ പൊടിയും കൂടെ ചേർക്കാവുന്നതാണ്. അപ്പം അച്ചാർ പൊടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങുവാണ്. അപ്പോൾ ഈ വലിയ നാരങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഞാൻ വരാം. അപ്പോൾ നമുക്ക് നാരങ്ങ ഉണ്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കണ്ടാൽ ഓറഞ്ചാണെന്നേ പറയുള്ളൂ, പക്ഷേ ഓറഞ്ച് അല്ലാതെ ഞാൻ അത് തന്നെ പറഞ്ഞല്ലോ. എന്താ, നമുക്ക് ചെറിയ ചൂടുണ്ട്, നമ്മൾ ചെറിയ പീസാക്കി എടുത്തിട്ട് നമ്മൾ ആവി കയറ്റിക്കൊണ്ട് ഒരുമാതിരി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതുകൊണ്ട് മസാലയൊക്കെ ചേർത്ത് വെച്ചാൽ മതി. അത്ര ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് എടുക്കാം. എടുത്ത് കഴിഞ്ഞിട്ട് എല്ലാം അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് ഉലുവായും അതുപോലെ കരിയാപ്പില, അതുപോലെ നമുക്ക് വേണ്ട ഒരു കാര്യം ആണ് ഇപ്പം കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അല്പം പഞ്ചസാര ചേർക്കും, അതുപോലെ തന്നെ വിനാഗിരി, അതുപോലെ നമ്മൾ നല്ലെണ്ണ ആണ് നല്ലത്. നമ്മളിപ്പോൾ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ചൂടുള്ളതുകൊണ്ട് പുഴുങ്ങിയെടുത്തോണ്ടേ ചൂടുണ്ട്. അപ്പം കട്ട് ചെയ്യാൻ ഇച്ചിരി ആർന്നായിരുന്നു. വെളുത്തുള്ളിയും കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും നമുക്ക് കുറച്ചുകൂടെ വെളുത്തുള്ളി ഇഞ്ചിയും വേണമെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ അരിയാം അടിയുണ്ടാവും. ഇത് പോരാ. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. അപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും ഉണ്ടാകും. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് എല്ലാം കണ്ടോ. പിന്നെ നമ്മുടെ നാരങ്ങ എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്, എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. കണ്ടോ, ഇത് നാരങ്ങ അരിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ നീരാണ്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. നമ്മുടെ നാരങ്ങ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നീര് വന്നിരിക്കുകയാണ്. ആ നീരോട് കൂടി നമുക്ക് ഗ്രേവി ഇഷ്ടം പോലെ കിട്ടും. ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അല്പം ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്യാം. പെട്ടെന്ന് ഇളക്കി മിക്സ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ നീര് കിടക്കുന്നുണ്ടോ, നമുക്ക് ഒട്ടും വെള്ളം ചേർത്തതല്ല, അതാണ്. അപ്പം ആ നീരോട് കൂടി നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ഗ്രേവിയും കിട്ടും, ടേസ്റ്റും കിട്ടും. നമ്മൾ ഒരു വലിയ സ്പൂണിന് ഉപ്പാണ് ചേർത്തിരിക്കുന്നത്, പക്ഷേ അതൊരിക്കലും കൂടുതലല്ല. ഇതെല്ലാം പിടിച്ചു വരുമ്പം അതെല്ലാം കറക്റ്റായിരിക്കും. പിന്നെ നമ്മൾ ശകലം പഞ്ചസാര ചേർക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ആ ഒരു പുളിയും ഒന്ന് കുറഞ്ഞ് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈന്തപ്പഴം ചേർക്കാം. ഈന്തപ്പഴം ചേർക്കാറുണ്ട് ചിലർ, അതും നല്ലതായിരിക്കും. നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. ഇനി നമ്മൾ ശകലം മുളക് പൊടിയൊക്കെ ഇട്ട് ഇങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അച്ചാറുണ്ടാക്കാൻ എടുക്കേണ്ട നാരങ്ങ ഇത്രയും പഴുത്ത ഒരു നാരങ്ങ ആയിരിക്കണം, ഇങ്ങനെ മഞ്ഞ കളറ് വന്നത്.
പക്ഷേ പച്ചയാണെങ്കിൽ നമുക്ക് ഭയങ്കര പുളിയും ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. ഇങ്ങനെ മഞ്ഞച്ച് പഴുത്ത നാരങ്ങ ആകുമ്പോൾ നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് കടുക് പൊട്ടിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് വരാം. ഓക്കെ, നമ്മൾ കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ഒന്ന് തളിക്കുകയാണ്, ഒന്ന് ചൂടാക്കുകയാണ്. അതിൽ ചെറുതായിട്ടൊന്ന് വാടണം ഇഞ്ചി വെളുത്തുള്ളി. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില കടുക് എല്ലാമായിട്ട് ചൂടാക്കി തളിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് വാടണം. ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ടുന്നു. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മുളക് പൊടി ആവശ്യത്തിനിട്ട് ഒന്ന് മൂപ്പിക്കണം. പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ ആ പച്ചപ്പ് മാറി നല്ല ഒരു ടേസ്റ്റ് കിട്ടുക. നമ്മളിപ്പോൾ ചെറിയ സ്പൂണിന് 5 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. അത് മതിയാവുന്ന നല്ല അത്യാവശ്യം ചെറിയത്. അങ്ങനെയെല്ലാം വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഫ്ലെയിം ഇച്ചിരി കുറച്ചിടണം. ഈ സമയത്ത് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ മസാലകൾ. ഈ സമയത്ത് നമുക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ വിനാഗിരിയും ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വിനാഗിരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ട് അതൊന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ മസാല എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ നമുക്ക് നീരുണ്ടാവും. അതിൻ്റെ നീരാണ് കേട്ടോ, വെള്ളം ഒഴിച്ചതല്ല. നോക്കണം, അതിൻ്റെ നീരോട് കൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നാരങ്ങ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ സമയം നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ. കാരണം നമ്മുടെ നാരങ്ങ ഒന്ന് പുഴുങ്ങിയെടുത്തതാണല്ലോ, അധികം വേവേണ്ട കാര്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ചെറിയ തീയിൽ വെച്ച് ഒരു 5 മിനിറ്റ് നേരം അപ്പം ശരിക്കും മിക്സ് ചെയ്ത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ അച്ചാറിന് വലിയ കളറില്ലാതെ നമ്മൾ മുളക് പൊടി ചേർത്തിരിക്കുന്നത് എക്സ്ട്രാ കോട്ടാണ്. അപ്പം കാശ്മീരി ഒക്കെ മുളക് പൊടിയാണെങ്കിൽ നല്ല കളറും കാര്യങ്ങളും കിട്ടും. ഇപ്പം നമുക്ക് എരിവ് അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് അപ്പോൾ കളറില്ലാതെ ഉള്ളൂ. അപ്പം കുറച്ച് ദിവസം ഇത് ഇരുന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അത്യാവശ്യം എരിവും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. അപ്പം തൊട്ട് തക്കാനൊന്നും ഇല്ലേടെ ജഗതി ചോദിച്ചൊരു മറുപടിയായി ഈ നാരങ്ങ അച്ചാർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.